നമ്മൾ പലപ്പോഴും വലിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എന്നാൽ കേരളത്തിലെ ഒരു മലയോര ഗ്രാമമായ വിതുരയിൽ നടന്ന ഈ കൊലപാതകം പോലീസിനെ പോലും കുഴപ്പിച്ച ഒന്നായിരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 70-കാരിയായ തങ്കമ്മയുടെ മരണം ആദ്യ കാഴ്ചയിൽ ഒരു സ്വാഭാവിക മരണം പോലെയാണ് തോന്നിയത്. എന്നാൽ ഒരു ഉറുമ്പിന്റെ സാന്നിധ്യവും ഒരു ചെറിയ പാടും ആ കേസിന്റെ ഗതി മാറ്റി. 2021 സംഭവം നടക്കുന്നത്. തങ്കമ്മ എന്ന വൃദ്ധയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വീട്ടിലെ സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ മരണമെന്ന് കരുതി ബന്ധുക്കൾ സംസ്കാര ചടങ്ങുകൾക്ക് ഒരുങ്ങി. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസ് ഓഫീസർക്ക് തങ്കമ്മയുടെ കഴുത്തിൽ വളരെ ചെറിയൊരു പാട് സംശയമുണ്ടാക്കി. അതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പോലീസ് തീരുമാനിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. തങ്കമ്മയുടേത് ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമായിരുന്നു. വീട്ടിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാതിരുന്നിട്ടും എന്തിനാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നായി പോലീസിന്റെ ചിന്ത. പോലീസ് തങ്കമ്മയുടെ അയൽക്കാരെയും ബന്ധുക്കളെയും നിരീക്ഷിക്കാൻ തുടങ്ങി. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും തങ്കമ്മയെ വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ശത്രുവിനെ കണ്ടെത്തുക പ്രയാസമായിരുന്നു. അന്വേഷണത്തിനിടയിൽ പോലീസ് തങ്കമ്മയുടെ വീടിന് പുറകിലുള്ള പറമ്പ് പരിശോധിച്ചു. അവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു നീല നിറത്തിലുള്ള പ്ലാസ്റ്റിക് കവർ കണ്ടെത്തി. അതിനുള്ളിൽ ഒരു നാരങ്ങയും ചില പൂജാ സാധനങ്ങളുമായിരുന്നു. മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് പോലീസിന് മനസ്സിലായി. തങ്കമ്മയുടെ അയൽവാസിയായ ഷാജി എന്നൊരാൾ അടുത്ത കാലത്തായി മന്ത്രവാദ കേന്ദ്രങ്ങളിൽ പോകാറുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾക്ക് മുന്നിൽ അയാൾക്ക് സത്യം പറയേണ്ടി വന്നു. തങ്കമ്മയുടെ പറമ്പ് തനിക്ക് കിട്ടണമെന്നും അതിനായി അവർ മരിക്കണമെന്നും അയാൾ ആഗ്രഹിച്ചിരുന്നു. അതിനായി അയാൾ മന്ത്രവാദം നടത്തി. മന്ത്രവാദം ഫലിക്കാതെ വന്നപ്പോൾ ഒരു രാത്രി തങ്കമ്മയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി തലയണ ഉപയോഗിച്ച് അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. ആരും സംശയിക്കാതിരിക്കാൻ മൃതദേഹം നേരെ കിടത്തി വീട് പുറത്തുനിന്ന് പൂട്ടി അയാൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. സ്വത്തിന് വേണ്ടിയുള്ള ക്രൂരത ഒരു സ്വാഭാവിക മരണമായി മാറുമായിരുന്ന കേസാണിത്. എന്നാൽ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണവും ആ പറമ്പിൽ നിന്ന് കിട്ടിയ ചെറിയ തെളിവും പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിച്ചു. വലിയ വാർത്തകളിൽ ഇടം പിടിച്ചില്ലെങ്കിലും കുറ്റവാളികൾ എത്ര ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാലും പിടിക്കപ്പെടുമെന്നതിന് ഈ വിതുര കേസ് ഒരു മികച്ച ഉദാഹരണമാണ്.